വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബാംഗ്ലാദേശ്? ബാംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത്? കുറച്ച് മാസങ്ങൾ മുന്നേ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് ഹസീന ഹാഡ് ടു ലീവ് ഹെർ ഓൺ കൺട്രി ആൻഡ് കം ബാക്ക് ടു ഇന്ത്യ. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനൊക്കെ സ്വന്തം രാജ്യം വിട്ട് ഓടേണ്ട അവസ്ഥ ഉണ്ടാവുമെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് ടെറിബിളി റോങ് ഇൻ ദ സിസ്റ്റം. ഇത് ബാംഗ്ലാദേശിൻ്റെ കേസാണെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ടു ബാംഗ്ലാദേശ്? എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ദാറ്റ് ഇന്ത്യ ഹാസ് ടു ടേക്ക്? ഇന്ത്യ ഈസ് എ വെരി ക്രൂഷ്യൽ നെയ്ബർ, റാദർ എ വെരി സ്ട്രാറ്റജിക് നെയ്ബർ ടു ബാംഗ്ലാദേശ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇന്ത്യ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സോ let's find out all these answers in this Explainwallah with me, Arjun R Shankar. When made history, he had no plan to replace it. It was also possible for him to make other choices. we embrace people. Some examples, but I can't put that the whole notion working properly. സോ ഷെയ്ഖ് ഹസീനയുടെ ഒരു പ്രൊഫൈല് ഡീകോഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ലീഡേഴ്സ് ഓഫ് ദി അവാമി ലീഗ് പാർട്ടി. ബാംഗ്ലാദേശിലെ 1981 തൊട്ട് തന്നെ ഷീസ് ബീൻ അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ദി അവാമി ലീഗ് പാർട്ടി ആൻഡ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഫൗണ്ടിംഗ് ഫാദർ ഓഫ് ബാംഗ്ലാദേശ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, who was later on assassinated in 1975. സോ ബാംഗ്ലാദേശിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ 1971 വാറും അതിനുശേഷം ബാംഗ്ലാദേശിൻ്റെ ഇൻഡിപെൻഡൻസും ഫൗണ്ടിങ്ങും ഒക്കെ നോക്കുമ്പോൾ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയാണ് ഷെയ്ഖ് ഹസീന. സോ ഷീ വാസ് വെൽ റിസീവ്ഡ് ഇൻ ദി ഇനിഷ്യൽ ഇയേഴ്സ്. പിന്നീട് സംഭവിച്ചത് 15 വർഷത്തോളം പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കെ ഹെർ ടെന്യൂർ വിറ്റ്നസ്ഡ് എ ലോട്ട് ഓഫ് കറപ്ഷൻ. ഒരുപാട് കറപ്ഷനും ഒരു ഓട്ടോക്രാറ്റിക് ടെൻഡൻസി എന്നാണ് ഇവിടെ പറയുന്നത്. പല തീരുമാനങ്ങളും ഒരു ഓട്ടോക്രാറ്റ് എടുക്കുന്ന പോലെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ആൾക്കാരെ അറസ്റ്റ് ചെയ്യിക്കുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ ഇത്തരം ഒരു സംഭവം ഓൾറെഡി ഒരു ഗവർണൻസ് സിസ്റ്റത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഫൈനൽ ബേസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് വാസ് ദ യൂത്ത്. ബാംഗ്ലാദേശിലെ യൂത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തതാണ് ഏറ്റവും വലിയ സംഭവമായത്. കാരണം ഇറ്റ് വാസ് ദ ഗവൺമെൻറ് പോളിസി ഓൺ ജോബ്സ്. ഗവൺമെൻറ് ജോലി കൊടുക്കുന്നതിൻ്റെ പോളിസീസും മറ്റു കാര്യങ്ങളും അൺഎംപ്ലോയ്മെൻറ്റും കറപ്ഷനും ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പ്രൊട്ടസ്റ്റ് തുടങ്ങി വെച്ചത്. ആദ്യം നിസ്സാരമായി തോന്നിയെങ്കിലും പിന്നീട് ഈ പ്രൊട്ടസ്റ്റ് ഭയങ്കരമായിട്ട് ഇൻറ്റൻസിഫൈ ആയി. സോ ഒബ്വിയസ്ലി ഷെയ്ഖ് ഹസീനെ പോലത്തെ ഒരാൾ ഭരിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് ഇൻറ്റൻസിഫൈ ആകുമ്പോൾ ഷീ ഒപ്രസ് ദ ഹോൾ ഫോഴ്സസ്. ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി ഫോഴ്സസിനെ വെച്ചിട്ട് എല്ലാവരെയും സപ്രസ് ചെയ്യാനുള്ളൊരു മെഷർ എടുത്തു. ആൻഡ് അത് മാത്രമല്ല, മോർ ദാൻ 600 പീപ്പിൾ ലോസ് ദെയർ ലൈഫ്. അതും വലിയൊരു നോട്ടബിൾ ഫാക്ടറാണ്. സോ ഇത്രയും ചെറുതായിട്ട് വന്ന ഈ സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് അങ്ങ് എസ്കലേറ്റ് ചെയ്ത് ടോട്ടൽ ബേസ്റ്റ് ഔട്ട് ആയപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ പ്രഷർ വന്നു. ഷീ ഹാഡ് ടു ഫ്ലീ. അതുമാത്രമല്ല, ആൻഡ് ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഈവൻ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി, ബാംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആണ് ഗാർമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലും അവിടുത്തെ വർക്കേഴ്സ് എല്ലാം വേജ് ഹൈക്ക്, വേതനത്തിന് വേണ്ടി വലിയ ഡിമാൻഡും പ്രൊട്ടസ്റ്റും നടത്തി. സോ മെനി ഓഫ് ദ ഫാക്ടറീസ് വർ ഓൾസോ ഷട്ട് ഡൗൺ, വിച്ച് ഇൻഡയറക്ട്ലി ഡീസ്റ്റെബിലൈസ് ദ ബാംഗ്ലാദേശ് എക്കോണമി. സോ ഇതും വലിയൊരു ഫാക്ടറായിരുന്നു. എന്തായാലും ഇത്രയും കാരണങ്ങൾ മതിയായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നോട്ട് അവിടെ നിന്നും രാജ്യം വിടാൻ. ഇനി അത് മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈലും കൂടെ ഒന്ന് എടുത്താൽ നല്ലതാണ്, ടു നോ ഔട്ട് വാട്ട് എക്സാക്ട്ലി വെർ സം ഓഫ് ഹെർ സോ കോൾഡ് ഓട്ടോക്രാറ്റിക് റൂൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള അലിഗേഷൻസ് നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അലിഗേഷൻ വാസ് ഷെയ്ഖ് ഹസീനയുടെ അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്ത് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്ത് ആരെങ്കിലും കീ ഇമ്പോർട്ടൻറ്റ് ആൾക്കാരുണ്ടെങ്കിൽ either they were put behind bars or they were even killed or assassinated. അത് വലിയൊരു ടെററാണ് ആൾക്കാരിലേക്ക് എത്തിച്ചത്. കാരണം സോ ദിസ് ഈസ് നോട്ട് ആബ്സല്യൂട്ട്ലി കറക്റ്റ് ഇൻ എ ഡെമോക്രസി. പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ പബ്ലിക്കായിട്ടുള്ള പ്രൊസഷൻസ് വെക്കുക, പബ്ലിക് ഗ്യാതറിങ്സ് വെക്കുക, പ്രൊട്ടസ്റ്റ് വെക്കുക, ഇതൊന്നും അനുവദിച്ചിരുന്നില്ല. സോ വിച്ച് ഇസ് അഗെയിൻ എ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അതൊക്കെയാണ്, പക്ഷേ അതൊന്നും അനുവദിക്കാത്തപ്പോൾ തന്നെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടായി. ആൻഡ് നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ദി എലക്ഷൻസ്. ഷെയ്ഖ് ഹസീന ഒപ്പോസിഷൻ പാർട്ടീനെയും എലക്ഷൻസിനെ എല്ലാം കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഒപ്പോസിഷൻ ലീഡേഴ്സിനെ അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള ആൾക്കാരെ ത്രെറ്റൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതൊക്കെ വലിയൊരു അലിഗേഷനായിട്ട് എപ്പോഴും വന്നിരുന്നു. ആൻഡ് ദ ബിഗസ്റ്റ് കൺട്രോൾ ഷെയ്ഖ് ഹസീന ഹാഡ് വാസ് റിഗാർഡിംഗ് ദ മീഡിയ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് എ സെൻസർഷിപ്പ്. പണ്ട് ബ്രിട്ടീഷുകാർ സമയത്തും ഇത് നടന്നിരുന്നു. നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും പത്രത്തിൽ എഴുതുകയോ സംസാരിക്കുകയോ ചെയ്താൽ ദേ ക്യാൻ കോൺഫിസ്കേറ്റ് യുവർ പ്രസ് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാതിരിക്കാം. സെഡീഷൻ എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്കെതിരെ ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് മീഡിയ കൺട്രോൾ ചെയ്തപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ആൻറ്റി ഹസീന വാർത്തകൾ വരാതെയായി. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റുകളെയും ബ്ലോഗേഴ്സിനെയും ഒക്കെ കുറേ പേരെ ഷീ പുട്ട്
all of them in the jail and some of them are even killed, assassinated. അപ്പോൾ പിന്നെയും ടെററാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് NGOs ഉണ്ട്. ഈ NGOസിൻ്റെ ആക്ടിവിറ്റീസും കംപ്ലീറ്റ്ലി മിനിമൈസ്ഡ് ആയി മാറി. ആൻഡ് the most important notable thing that you have to remember is the Digital Security Act. ഡിജിറ്റലി പോകുന്ന കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അതും കൂടെ ഓൺലൈനും കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർക്കും ഓൺലൈനിലാണെങ്കിലും എവിടെയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്റ്റും കൂടെ വന്നപ്പോൾ ഹർ കൺട്രോൾ ഓവർ ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെൻറ് വാസ് കംപ്ലീറ്റ്ലി വേ അബവ് ദ നോർമൽ ഡെമോക്രാറ്റിക് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒബ്വിയസ്ലി ജനങ്ങൾ പ്രതികരിച്ചു. ആൻഡ് ഫൈനലി സംഭവിച്ചത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നപ്പോഴും ഒരു ഇൻറ്ററിം ഗവൺമെൻറ് വന്നു. പഴയ ഗവൺമെൻറ്റിന് പോകേണ്ടി വന്നു. ആൻഡ് ഈ ഇൻറ്ററിം ഗവൺമെൻറ് വന്നപ്പോൾ ആര് നയിക്കും? കാരണം സാധാരണ എപ്പോഴും മിലിറ്ററി ടേക്ക് ഓവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വളരെ പീസ്ഫുൾ ആയിട്ട് തന്നെ ഫോമർ നോബൽ പ്രൈസ് കിട്ടിയ മുഹമ്മദ് യൂനസിനെ ഒരു നേതാവാക്കി വെച്ചു. ഹീസ് എ വെരി റിനോൺഡ് പേഴ്സണാലിറ്റി. നോബൽ പ്രൈസ് കിട്ടിയ സമയത്ത് മൈക്രോ ക്രെഡിറ്റ് എന്ന ആശയത്തിനാണ് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻറ്ററിം ഗവൺമെൻറ് ഫോം ചെയ്തു. ഈ പ്രൊട്ടസ്റ്റിൽ തന്നെ പീസ്ഫുൾ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് നേതാക്കളെ എല്ലാം ചേർന്നിട്ട് ഒരു ഇൻറ്ററിം ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരാണ് ഇനി അടുത്ത ഫ്രഷ് ഇലക്ഷൻസും ഇനി ബാംഗ്ലാദേശിനെ എങ്ങനെ ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ. വേർ ഇസ് ഇന്ത്യ ലൈങ് ഇൻ ദിസ് ഇക്വേഷൻ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇന്ത്യ ആസ് എ വെരി സ്ട്രാറ്റജിക് പ്ലെയർ. ജോഗ്രഫിക്കലി ആയതുകൊണ്ട് മാത്രമല്ല, ബാംഗ്ലാദേശിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഫൗണ്ടിങ് തൊട്ട് ഇന്ത്യ പ്ലേഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദാറ്റ്. ആൻഡ് റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻ ഷെയ്ഖ് ഹസീനയുടെ ഫാദറിനോടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു അസൈലം ഒക്കെ കൊടുക്കുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും. സോ ദിസ് ഇൻ ടേൺ ബിക്കോസ് ഇന്ത്യ ഹാഡ് എ ഗുഡ് റിലേഷൻ. അത് കൗണ്ടർ ടെററിസം ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും ഡിഫറെൻറ്റ് കാര്യങ്ങളാണെങ്കിലും ഇന്ത്യ ഓൾവേസ് ഹാഡ് എ ഗുഡ് റിലേഷൻ. അതുകൊണ്ടാണ് ഇന്ത്യ ഇവിടെ വലിയൊരു ജസ്റ്റർ അങ്ങോട്ട് കാണിച്ചത്. പക്ഷേ ദർ ആർ കീ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് ഇന്ത്യ ഷുഡ് ബി ലുക്കിംഗ് അറ്റ്. നമ്പർ 1, ഇറ്റ്സ് ലുക്കിംഗ് അറ്റ് ദി റെഫ്യൂജീസ്, ദി ഇൻഫ്ലക്സ് ഓഫ് റെഫ്യൂജീസ്. ബാംഗ്ലാദേശിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ബാംഗ്ലാദേശിൽ കണ്ടിന്യൂ ചെയ്താൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇന്ത്യക്കായിരിക്കും. കാരണം ഈ പറയുന്ന റെഫ്യൂജീസ് എല്ലാം ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് ഒക്കെ വന്നതിന് ശേഷം തന്നെ ബാംഗ്ലാദേശി മൈഗ്രൻസിനെ ഇന്ത്യക്ക് ഇഷ്ടമല്ല. ആൻഡ് ജാർഖണ്ഡ് പോലും അവരെ വീഡ് ഔട്ട് ചെയ്ത് കളയണമെന്ന് പറയുമ്പോൾ ഇങ്ങനൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ബാംഗ്ലാദേശിൽ വന്ന ഈ റെഫ്യൂജി ക്രൈസിസ് ഇന്ത്യനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി ബാംഗ്ലാദേശിന് ഒരു സ്മൂത്ത് ഡെമോക്രാറ്റിക് പ്രോസസ് എൻഷുർ ചെയ്യാന്നുള്ളത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡിപ്ലോമസിയുടെ ഭാഗം കൂടാണ്, വിച്ച് ഇന്ത്യ വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൗണ്ടറിങ് ചൈന. ബാംഗ്ലാദേശിൽ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. ഓൾറെഡി ഇന്ത്യ ചൈന നമ്മൾ എപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക് റേസും കൂടെ ഉണ്ട്. സോ വെനെവർ ദർ ഇസ് ആൻ ഇൻസ്റ്റബിലിറ്റി, ബാംഗ്ലാദേശ് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി ചൈന ഹാസ് എ ലാർജർ ഇൻറ്റൻഷൻ, ലാർജർ ഇൻട്രസ്റ്റ് ടു സപ്പോർട്ട് ബാംഗ്ലാദേശ്. പ്രശ്നമുള്ളപ്പോൾ അവിടെ വന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഷുഡ് ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ഇറ്റ് ഷുഡ് കൗണ്ടർ ചൈന ആൻഡ് 1 step ahead of China in supporting Bangladesh. അതും എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഷുഡ് റിമെമ്പർ ഇസ് സാർക്ക് ആൻഡ് ബിംസ്റ്റെക്. ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിംഗ് ഉണ്ടല്ലോ, സാർക്ക്, ബിംസ്റ്റെക് എന്ന് പറയുന്ന ഗ്രൂപ്പിങ്ങിലും ഇതിലെല്ലാത്തിലും ബാംഗ്ലാദേശ് വളരെ കീ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നതാണ്. ഇതെല്ലാം റെസ്യൂം ചെയ്ത് ബാംഗ്ലാദേശിന് നല്ലൊരു ഡയലോഗ് പാർട്ണർ ആക്കി മാറ്റുക എന്നുള്ളതും ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ്. ആൻഡ് സാർക്ക് എടുത്തു പറയുമ്പോൾ സാർക്ക് 2014 ശേഷം പിന്നെ സാർക്ക് നടക്കുന്നില്ല. സോ അത് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഒരു എസ്കലേഷൻ്റെ ഭാഗമാണ്. ബിക്കോസ് 2016 ശേഷം നമുക്കറിയാം ഉറി കാര്യങ്ങളൊക്കെ അറ്റാക്കുകൾ നടന്നതിന് ശേഷം ഇന്ത്യ ഈസ് നോട്ട് എൻഗേജിങ് ഇൻ സാർക്ക്. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഇത്തരം സംഭവങ്ങളെല്ലാം വന്നാൽ ബാംഗ്ലാദേശിന് നല്ലൊരു പീസ്ഫുൾ ട്രാൻസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ് ഹാപ്പനിങ് ഇൻ Bangladesh. In the near future, let's really hope that Bangladesh is able to overcome all this process and seamlessly integrate into a democratic country. അതുകൊണ്ട് ഇന്ത്യക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്.